ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് തിയറിയുടെ മോഡ്യൂൾ 1ന്റെ പാർട്ട് 5 ആണ് നോക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് ഏതൊക്കെയാണ് മെഷ് അനാലിസിസിൽ ഇത്രയും ഈ ഗ്രേ കളർ കാണുന്ന ഇത്രയും സിലബസിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇന്ന് ഈ ഒരു ലെക്ചറിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർ മെഷ് വിത്ത് ഡിപ്പെൻഡന്റ് സോഴ്സ്, നോഡ് അനാലിസിസ് വിത്ത് ഇൻഡിപെൻഡന്റ് സോഴ്സും നോഡ് അനാലിസിസ് വിത്ത് ഡിപ്പെൻഡന്റ് സോഴ്സും ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ സൂപ്പർ മെഷ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. സൂപ്പർ മെഷ് എന്ന് പറയുന്ന ഒരു കറണ്ട് സോഴ്സ് രണ്ട് ലൂപ്പിനിടയ്ക്ക് ഷെയറിംഗ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ കറണ്ട് സോഴ്സിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് ആ കറണ്ട് ബ്രാഞ്ചിനെ എലിമിനേറ്റ് ചെയ്തിട്ട് രണ്ട് മെഷ് ഒരുമിച്ച് വലിയൊരു സൂപ്പർ മെഷ് ആയിട്ട് എടുത്ത് ലൂപ്പ് ഇക്വേഷൻ എഴുതുന്ന മെത്തേഡായിരുന്നു സൂപ്പർ മെഷ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ ഇൻഡിപെൻഡന്റ് സോഴ്സ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്ന് ഡിപ്പെൻഡന്റ് സോഴ്സ് വരുമ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദി മെഷ് കറണ്ട് യൂസിങ് സൂപ്പർ മെഷ് അനാലിസിസ് എന്നാണ്. ചില ക്വസ്റ്റ്യൻസിൽ സൂപ്പർ മെഷ് അനാലിസിസ് എന്നൊന്നും എടുത്തു പറയത്തില്ല. നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, ഒരു കറണ്ട് സോഴ്സ് കോമൺ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് സൂപ്പർ മെഷ് ചെയ്യാലോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ട കേസസും വരും. അപ്പൊ നമ്മൾ ആൻസർ കീയിൽ കറക്റ്റ് ആയിട്ട് സൂപ്പർ മെഷ് അപ്ലൈ ചെയ്താൽ മാത്രം മാർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഒരു ഹിന്റും തരത്തില്ല, നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് കോമൺ ഉള്ളത് കൊണ്ട് ഇത് സൂപ്പർ മെഷ് ചെയ്യാലോ എന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ചില ക്വസ്റ്റ്യൻസ് വേഗമായിരിക്കും, പക്ഷെ കീയിൽ കറക്റ്റ് ആയിട്ട് സൂപ്പർ മെഷ് വെച്ച് തന്നെ ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അത് ഈ ഒരു കേസ് ഉണ്ടെങ്കിൽ മാത്രം, ഈ ഒരു കറണ്ട് സോഴ്സ് കോമൺ ആയിട്ട് വരുമ്പോൾ മാത്രം. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്, Vx എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ. അതേപോലെ തന്നെ ഒരു ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 5Vx പ്ലസ് മൈനസ് പൊളാരിറ്റിയിൽ കിടക്കുന്നു. കണ്ടോ? അപ്പൊ ഇത് സൂപ്പർ മെഷ് ആണെന്ന് തിരിച്ചറിയാൻ കാരണം ഇവിടെ ഒരു 2 ആംപിയർ കറണ്ട് സോഴ്സ് ലൂപ്പ് 1നും ലൂപ്പ് 2നും ഇടയ്ക്ക് ഷെയറിംഗ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ ആദ്യം സൂപ്പർ മെഷ് ചെയ്യുന്ന പോലെ ലൂപ്പ് 1ലും ലൂപ്പ് 2ലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് മാർക്ക് ചെയ്യുക, I1ഉം I2. ദെൻ ഇവിടെ ഇനി നമ്മൾ ഡിപ്പെൻഡന്റ് സോഴ്സിന്റെ കണക്കുകൾ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്ന എന്താണ്, ഡിപ്പെൻഡന്റ് വേരിയബിളും അസൈൻഡ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഇതിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് Vx ആണ്, അസൈൻഡ് കറണ്ട് I1ഉം I2 ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു കറണ്ടിന്റെ ഡിറക്ഷൻ താഴോട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് Vxന് ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം ഇൻ ടേംസ് ഓഫ് I1. എങ്ങനെയാണ്? Vx എന്ന് പറയുന്നത് ഏതിൽ കൂടെ ഉള്ള ഡ്രോപ്പ് ആണ്? ഈ 2 ഓമിൽ കൂടെ ഉള്ള ഡ്രോപ്പ് ആണ് Vx എന്ന് പറയുന്നത്. അതിൽ കൂടെ ഉള്ള കറണ്ട് ആണ് I1. അപ്പൊ V ഈക്വൽ ടു I ഇൻറ്റു R എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേഷൻ എഴുതി കൂടെ. അപ്പൊ Vx ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു I1 എന്ന് എഴുതി കൂടെ എഴുതാം. പക്ഷേ ഇവിടെ ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ താഴോട്ട് തന്നിരിക്കുന്നത് കൊണ്ടും നമ്മൾ എടുത്ത കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിലോട്ടായതുകൊണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വരുന്നത്. സോ നമ്മൾ Vx ഇസ് ഈക്വൽ ടു -2I1 എന്ന് എഴുതണം ഇക്വേഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഇവിടെ ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എടുത്ത അസൈൻഡ് കറണ്ട് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ആ തന്നിരിക്കുന്ന കറണ്ട് നമ്മൾ എടുത്ത കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്, ഇല്ലേ? തന്നിരിക്കുന്ന കറണ്ട് താഴോട്ടും നമ്മൾ എടുത്തിരിക്കുന്ന കറണ്ട് മുകളിലോട്ടും. അപ്പൊ Vx ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു I1. അതാണ് നമ്മുടെ ഡിപ്പെൻഡന്റ് സോഴ്സുമായിട്ടുള്ള റിലേഷൻ. Vx ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു I1. ഇനി നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇവിടെ 5Vx എന്ന് പറയുന്ന ഒരു ടേം വരും. ആ Vxനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ -2I1 യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സൂപ്പർ മെഷ് കണ്ടുപിടിക്കാം. കോമൺ കറണ്ട് സോഴ്സ് ഏതാണ്? ഇതായി ഇരിക്കുന്ന 2 ആംപിയർ ആണ് കോമൺ കറണ്ട് സോഴ്സ്. അപ്പൊ ആദ്യം നമ്മൾ സൂപ്പർ മെഷ് എഴുതുമ്പോൾ ഈ കോമൺ കറണ്ട് സോഴ്സിന്റെ ഇക്വേഷൻ എഴുതും. ഇത് നടുക്കത്തെ ബ്രാഞ്ചിലായതുകൊണ്ട് ഒന്നുകിൽ I1 മൈനസ് I2 ആവാം, അല്ലെങ്കിൽ I2 മൈനസ് I1 ആവാം. മുകളിലോട്ട് ഇരിക്കുന്നതുകൊണ്ട് മുകളിലോട്ട് പോകുന്ന കറണ്ടിന് പ്രയോറിറ്റി കൊടുക്കണം. അത് I2 ആണ് മുകളിലോട്ട് പോകുന്നത്, I1 താഴോട്ടാണ് പോകുന്നത്. സോ I2 മൈനസ് I1 ആയിരിക്കും 2 ആംപിയർ കറണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സൂപ്പർ മെഷിന്റെ ഇക്വേഷൻ എഴുതുകയാണ്. ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൊത്തം മെഷ് ഇപ്പൊ ഒന്നായി, അല്ലേ? ഈ ഒരു ബ്രാഞ്ചിന്റെ ഇക്വേഷൻ എഴുതി നമ്മളങ്ങ് മാറ്റി. ഈ 1 ഓമിന്റെ കാര്യം ചിന്തിക്കേണ്ട, കാരണം ഈ ബ്രാഞ്ച് ഫുൾ ആയിട്ടാണ് നമ്മൾ 2 ആംപിയറിന്റെ ഇക്വേഷൻ I2 മൈനസ് I1 ഈക്വൽ ടു 2 ആംപിയർ എഴുതി എലിമിനേറ്റ് ചെയ്ത്. ഇനി സൂപ്പർ മെഷ് എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലുള്ള ഒരു ലൂപ്പാണ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? -2 ഇൻറ്റു I1 -4. -4 എങ്ങനെയാ വന്നത്? ശരിക്കും ഈ I1 ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും -2 പ്ലസ് ആണ്. അപ്പൊ നമുക്ക് +4 ആണ് എഴുതേണ്ട. പക്ഷേ അതിന്റെ വാല്യൂവിൽ ഒരു -4 തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ -4 തന്നെ ഇട്ടത്. ഇനി ഈ ബ്രാഞ്ച് ഇല്ല, സൂപ്പർ മെഷ് അല്ലേ. ഇനി -3 ഇൻറ്റു ആ ലൂപ്പിലെ കറണ്ട് I2 -5Vx ഈക്വൽ ടു 0. അതിൽ Vxന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -2I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ I2 മൈനസ് I1 ഈക്വൽ ടു 2 ആംപിയറും
സെക്കൻഡ് ഇക്വേഷൻ ഈ കിട്ടുന്ന സൂപ്പർ മെഷിന്റെ ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ I1 I2 കിട്ടും. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിളും അസൈൻഡ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ എഴുതണം. ദെൻ ഈ ഒരു സൂപ്പർ മെഷ് ആക്കാൻ വേണ്ടി ഈ 2 ആംപിയറിന്റെ ഇക്വേഷൻ എഴുതണം. പിന്നെ ഇത് ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഞാൻ നോക്കിക്കേ, ഇപ്പം +2 മൈനസ് ആണ് വോൾട്ടേജ് സോഴ്സ് എങ്കിലും ഇവിടെ വാല്യൂ എഴുതിയേക്കുന്ന മൈനസിലാണ്. അപ്പൊ അതുകൂടെ ശ്രദ്ധിച്ചോണം. +2 മൈനസ് ആകുമ്പോൾ ശരിക്കും 4 എന്ന് ഇട്ടാൽ മതി, +4 എന്ന് ഇട്ടാൽ മതി ഇല്ലേ. -2 പ്ലസ് എഴുതുമ്പോഴത്തേക്കും +4 മതി. പക്ഷെ ഇവിടെ വാല്യൂവിനകത്ത് ഒരു മൈനസ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈനസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നമുക്ക് എത്ര ലൂപ്പുകളുണ്ട്? 1, 2, 3 ലൂപ്പ് ഉണ്ട് ഇല്ലേ. ഇപ്പം ഇതിനകത്തുള്ള ആദ്യം എന്താണ്? ലൂപ്പ് കറണ്ട് അസൈൻ ചെയ്യുക തന്നെയാണ്. I1 I2 I2 I3. ഇതിനകത്ത് നോക്കിക്കുക, ഒരു ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ആണ് നമുക്ക് ഷെയറിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. I2നും I3ക്കും ഇടയ്ക്ക് ഒരു ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് 0.5 V1 എന്ന് പറയുന്ന ഒരു കറണ്ട് സോഴ്സ് ആണ് I2നും I3ക്കും ഇടയ്ക്ക് ഷെയറിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സൂപ്പർ മെഷ് ഏതൊക്കെയാണ്? ഇത് രണ്ടും കൂടെ ചേർന്ന് I2 I3യും കൂടെ ചേർന്നതാണ് സൂപ്പർ മെഷ് ഇല്ലേ. ഇനി നമുക്ക് V1ന്റെ ഇക്വേഷൻ എഴുതാം. അതായത് ഇവിടെ V1 ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, അതും നമ്മുടെ അസൈൻഡ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ എഴുതാം. V1 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു കറണ്ട് സോഴ്സ് എന്ന് എഴുതാം അല്ലെ. കറണ്ട് V = I × R അല്ലേ. അപ്പൊ 2 ഇൻറ്റു കറണ്ട്, ഈ 2 ആംപിയറിൽ കൂടെ ഉള്ള കറണ്ട് ഒന്നുകിൽ I1 - I2 ആവാം, അല്ലെങ്കിൽ I2 - I1 ആവാം. നമ്മൾ എടുക്കേണ്ടത് ഈ ഡിറക്ഷൻ ആണ്. ഈ ഡിറക്ഷൻ താഴോട്ടാകുമ്പോൾ താഴോട്ടുള്ള കറണ്ടിന് പ്രയോറിറ്റി കൊടുക്കണം. ഇതിൽ ഏതാ താഴോട്ടുള്ള കറണ്ട്? I1 ആണ് താഴോട്ട്. I2 എങ്ങോട്ട് പോവാ? മുകളിലോട്ട് പോവാണ്. സോ 2 ഇൻറ്റു I1 - I2 ആണ് V1. അതാണ് അസൈൻഡ് കറണ്ടും ഡിപ്പെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ. ഇനി നമ്മൾ ഈ ലൂപ്പ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ ഒരു 0.5 V1 കറണ്ട് സോഴ്സ് ഷെയർ ചെയ്യുന്നില്ലേ. അതിന്റെ ഇക്വേഷനിൽ V1ന് വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? 2 ഇൻറ്റു I1 - I2 എന്ന് കൊടുക്കാം. അതിനാണ് നമ്മൾ ഇത് എഴുതി വെക്കുന്നത്. ഇനി നമുക്ക് സൂപ്പർ മെഷിലെ കറണ്ട് സോഴ്സ് ഷെയർ ചെയ്യുന്നതിന്റെ ഇക്വേഷൻ എഴുതാം ഇല്ലേ. കറണ്ട് സോഴ്സ് ഷെയർ ചെയ്യുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? ഈ കറണ്ട് സോഴ്സ് ഈ സൈഡിലോട്ട് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പം I3 - I2 ആവാം, I2 - I3 ആവാം. പക്ഷെ ലെഫ്റ്റിലോട്ട് പോകുന്നതിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കണം. ഈ I2 റൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ I3 - I2 = 0.5 V1 എന്ന് എഴുതാം. അതിൽ V1ന് പകരം എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 ഇൻറ്റു I1 - I2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഇക്വേഷൻ എഴുതി വെക്കാം. ഇനി അടുത്തത് ഫസ്റ്റ് മെഷിന്റെ ഇക്വേഷൻ, സൂപ്പർ മെഷിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. സൂപ്പർ മെഷിന്റെ ഇക്വേഷൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. -2 ഇൻറ്റു I2 - I1. സൂപ്പർ മെഷിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് I2 - I1 -10 ഇൻറ്റു I3 -6 ഇൻറ്റു I2 = 0. അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ലൂപ്പ് 1ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 110 -14 I1 -4 I1 -2 ഇൻറ്റു I1 - I2 = 0. അങ്ങനെ 3 ഇക്വേഷനൂടെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ I1 I2 I3 കിട്ടും. ഇത് ആൻസർ വെറുതെ നോക്കി എഴുതി വെക്കരുത്. ഓരോ ഇക്വേഷനും നിങ്ങൾ തന്നെ എഴുതി സോൾവ് ചെയ്ത് എടുക്കണം. ഇനി ഇതൊരെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ഈ ഒരു ഇതാണ് കോമൺ കറണ്ട് സോഴ്സ് ആയിട്ടുള്ള. അപ്പൊ ഇതിന് മൂന്നിനും എന്ത് ചെയ്യുക? ബ്രാഞ്ച് കറണ്ട് ആദ്യം ഇടുക. I1 I2 I3. ഇതിൽ IX ആണ്, IX-ഉം IY-യും ആണ് എന്ത്? ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ആയിട്ട് വരുന്നത്. ഇതിൽ IX-ന് നമുക്ക് എന്തെന്ന് എഴുതാം? -I1. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ I1 എടുക്കുകയാണെങ്കിൽ IX താഴോട്ട്, I1 മുകളിലോട്ട്. അപ്പൊ IX = -I1. ഇത് I2 ക്ലോക്ക് വൈസിൽ, I3 ക്ലോക്ക് വൈസിലാണെങ്കിൽ IY എന്ത് വരും? I2 - I3 എന്ന് വരും. ഓക്കെ, എന്നിട്ട് സൂപ്പർ മെഷ് 1ഉം 2ഉം കൂടെ ചേർന്നിട്ടുള്ളതാണ് സൂപ്പർ മെഷ്. അതിന്റെ ഇക്വേഷൻ എഴുതണം. ദെൻ എന്തെഴുതണം? ഈ ഒരു മെഷ് 3യുടെ ഇക്വേഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. അതിൽ എവിടെയൊക്കെ IX-ഉം IY-യും വരുന്നു അവിടെയെല്ലാം നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളും അസൈൻഡ് കറണ്ട് തമ്മിലുള്ള റിലേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എല്ലാ ഇക്വേഷനും I1 I2 I3 സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയുമാണ് മെഷ് അനാലിസിസിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ മെഷ് അനാലിസിസ് വിത്ത് ഡിപ്പെൻഡന്റ് സോഴ്സും ആയി, മെഷ് അനാലിസിസ് വിത്ത് ഇൻഡിപെൻഡന്റ് സോഴ്സ് ആയി, അതുപോലെ സൂപ്പർ മെഷ് വിത്ത് ഇൻഡിപെൻഡന്റ് ആയി, സൂപ്പർ മെഷ് വിത്ത് ഡിപ്പെൻഡന്റ് ആയി. ഇനി അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് KCL-ന്റെ ആപ്ലിക്കേഷനിലുള്ള പ്രോബ്ലം ആണ്. അതാണ് നോഡൽ അനാലിസിസ്. നോഡ് അനാലിസിസ് ഓർ നോഡൽ അനാലിസിസ് എന്ന് പറയും. ഇതിനകത്ത് ആദ്യം കുറച്ച് സ്റ്റെപ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ഇത്രയും സ്റ്റെപ്സ് ഫോളോ ചെയ്താണ് നോഡ് അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിനകത്ത് ആദ്യം ഐഡന്റിഫൈ നോഡ്സ്. എത്ര നോഡ്സ് ഉണ്ട് ഒരു സർക്യൂട്ടിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം.
ആ ഐഡന്റിഫൈ ചെയ്ത നോഡിലെല്ലാം നോഡൽ വോൾട്ടേജ് മാർക്ക് ചെയ്യണം. ഇപ്പൊ നോഡിന് എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ നോഡൽ വോൾട്ടേജ് വി എ വി ബി വി സി എന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നോഡ് 1 2 3 എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നോഡൽ വോൾട്ടേജ് V1 V2 V3 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെക്കണം. ദെൻ ഓരോ നോഡിൽ നിന്നും, ഒരു നോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോഡ് എന്ന് വെച്ചാല് രണ്ടിൽ കൂടുതൽ ബ്രാഞ്ചസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒരു നോഡ് എന്ന് പറയുന്നത്. രണ്ടിൽ കൂടുതൽ ബ്രാഞ്ചസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നോ അതിലധികമോ ബ്രാഞ്ചസുകൾ അതിനകത്ത് കാണും. അപ്പൊ എല്ലാ ബ്രാഞ്ചിൽ കൂടെ ഉള്ള കറണ്ട് നമ്മൾ ഔട്ട്സൈഡ് ഡയറക്ഷനിൽ ലീവ് ചെയ്യുന്ന, നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന പോലെ കൊടുക്കണം. എന്നിട്ട് ഓരോ നോഡിനും KCL ഇക്വേഷൻ എന്താണ്? ടോട്ടൽ കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്തിട്ട് എല്ലാ കറണ്ടും ആഡ് ചെയ്ത് ഇക്വേറ്റഡ് ടു 0 ചെയ്യുക. എന്നിട്ട് ആ ഇക്വേഷനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നോഡൽ വോൾട്ടേജ് വേണമെങ്കിൽ അത് കിട്ടും, ബ്രാഞ്ച് കറണ്ട് വേണമെങ്കിൽ അത് കിട്ടും. അപ്പൊ ഇതാണ് നോഡൽ അനാലിസിസിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം വെച്ച് തുടങ്ങാം. നോഡൽ വോൾട്ടേജ് വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇതിൽ എത്ര നോഡ്സ് ഉണ്ട്? 2 or more ബ്രാഞ്ചസ് മീറ്റ് ചെയ്യുന്നത് 2 നോഡ്സ് ആണുള്ളത്. ഈ ഗ്രൗണ്ട് മൊത്തത്തിൽ ഒരൊറ്റ നോഡായിട്ടും കൺസിഡർ ചെയ്യുക. അതിന്റെ വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് 2 നോഡ്സ് ആണുള്ളത്, വി എയും വി ബിയും. നോഡിന്റെ പേര് എയും ബിയും ആണ്, നോഡൽ വോൾട്ടേജ് ആണ് വി എ വി ബി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാം ഈ നോഡിൽ എത്ര ബ്രാഞ്ച്, ഇതാ ഈ ഒരു ബ്രാഞ്ച്, ഈ ഒരു ബ്രാഞ്ച്, ഈ ഒരു ബ്രാഞ്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. വി ബിയിലാണെങ്കിലും ഈ ബ്രാഞ്ച്, ഈ ബ്രാഞ്ച്, ഈ ബ്രാഞ്ച്. നമ്മൾ ഒരിക്കലും ഈ ഒരു ഗ്രൗണ്ടിനെ ഒരു നോഡായിട്ട് എടുക്കത്തില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 2 ബ്രാഞ്ചേ മീറ്റ് ചെയ്യുന്നുള്ളൂ. നോക്കിക്കേ, ബാക്കി ഇതെന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് നോഡായിട്ട് എടുക്കത്തില്ല. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേജിലുള്ളതൊന്നും നോഡായിട്ട് എടുക്കരുത്. ഇനി നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ നോഡിൽ നിന്നും പുറത്തോട്ട് കറണ്ട് മാർക്ക് ചെയ്യുക. ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് പുറത്തോട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പൊ I1 ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, I3 ഇങ്ങോട്ട്, I2 ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അതേപോലെ വി ബിയിലും നോഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന രീതിയിൽ കറണ്ട് മാർക്ക് ചെയ്യുക. I4 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, I5 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, I6 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, പുറത്തോട്ട് പോകുന്ന രീതിയിൽ. ഇനി നമ്മൾ ഫസ്റ്റ് നോഡിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. KCL ആണ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ്? ടോട്ടൽ കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0. അതായത് I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0. ഇനി I1ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാല് ഓരോ ബ്രാഞ്ചിന്റെയും അപ്പുറവും ഇപ്പുറവുമുള്ള വോൾട്ടേജ്, തുടക്കത്തിലും ഒടുക്കത്തിലും ഇരിക്കുന്ന വോൾട്ടേജിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ നടുക്കുള്ള റെസിസ്റ്റൻസ്. അങ്ങനെയാണ് നമ്മൾ കറണ്ടിന്റെ ഇക്വേഷൻ എഴുതുക. ഇപ്പൊ I1 കറണ്ട് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ VA എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട്, അവസാനം എന്ത് വോൾട്ടേജ് ഉണ്ട്? 20 ഉണ്ട്, ഡിവൈഡഡ് ബൈ 1. അതാണ് VA മൈനസ് 20 ഡിവൈഡഡ് ബൈ 1. ഇവിടെ 20 പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിരുന്നാലാണ് നമ്മൾ മൈനസ് ഇടാനുള്ളത്. 20 തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ, മൈനസ് പ്ലസ് എന്ന് പറഞ്ഞ് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ പ്ലസ് വോൾട്ടേജ് വരും. VA പ്ലസ് 20/1 എന്ന് വരും. ഇതിപ്പോ കറക്റ്റാ. പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാണ് വോൾട്ടേജ് സോഴ്സ് ഇരിക്കുന്നതെങ്കിൽ VA മൈനസ് 20 ഡിവൈഡഡ് ബൈ 1. ഇനി I2ന്റെ കേസ് എടുത്താലോ? ഇത് ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. അപ്പൊ തുടക്കത്തിൽ VA വോൾട്ടേജ് ഉണ്ട്, ഒടുക്കം ഒന്നുമില്ല, 0 വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 1. അതാണ് VA മൈനസ് 0/1. പ്ലസ് ഈ I3 ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ VA വോൾട്ടേജ് ഉണ്ട്, ഒടുക്കം എന്തുണ്ട്? VB വോൾട്ടേജ് ഉണ്ട്. രണ്ടിന്റെ നടുക്ക് ഒരു 0.5 റെസിസ്റ്റൻസ് ഉണ്ട്. ആണ് VA മൈനസ് VB/0.5 ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് നോഡിന്റെ ഇക്വേഷൻ. ഇനി സെക്കൻഡ് നോഡിന്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയുണ്ട്? I4 പ്ലസ് I5 പ്ലസ് I6 ഈക്വൽ ടു 0 എന്ന് എഴുതാം KCL വെച്ചിട്ട്. I4ന്റെ ഇക്വേഷൻ എഴുതിയ തുടക്കത്തില് VB ഉണ്ട്, തീരുന്നിടത്ത് VA ഉണ്ട്, നടുക്ക് 0.5 ഉണ്ട്. അപ്പൊ VB മൈനസ് VA/0.5. ഇനി അടുത്തത് I5ന്റെ കേസ് എടുത്താൽ VB മൈനസ് ഗ്രൗണ്ട് ആണ്, 0 ഡിവൈഡഡ് ബൈ 2. ഇനി I6ന്റെ കേസ് എടുത്താൽ VB മൈനസ് 20 ഡിവൈഡഡ് ബൈ 1. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് VAയും VBയും കിട്ടും. VAയും VBയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് കറണ്ട് വേണം കണ്ടുപിടിച്ചൂടെ? I1 എന്താ? VA മൈനസ് 20/1 ആണ്. I2 എന്ന് പറയുന്നത് VA/1 ആണ്. I3 എന്ന് പറയുന്നത് VA മൈനസ് VB/0.5. I4, I5, I6 ഏത് വേണോ കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നോഡൽ അനാലിസിസ്. സിമ്പിൾ ആണ്, മെഷിനെ കാട്ടി സിമ്പിൾ ആണ് നോഡ് അനാലിസിസ്. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമുക്ക് വോൾട്ടേജ് സോഴ്സിന് പകരം കറണ്ട് സോഴ്സ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ആദ്യം എന്ത് ചെയ്യണം? നോഡ് വോൾട്ടേജ്, നോഡ്സ് ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെയാ നോഡ്സ്? ഇതൊരു നോഡാണ്, കാരണം ഇവിടെ 3 എണ്ണം മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു നോഡാണ്, ഇവിടെയും 3 എണ്ണം വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ V1ഉം V2 ആണ് നമ്മുടെ നോഡ്സ്. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യണം? കറണ്ട് എല്ലാം പുറത്തോട്ട് പോകുന്ന പോലെ എടുക്കണം. I1 പുറത്തോട്ട് പോകുന്നു, I2 താഴോട്ട് പോകുന്നു, I3 പുറത്തോട്ട് പോകുന്നു.
V2-ൽ നിന്ന് I4 പുറത്തോട്ട് പോകുന്നു, I5 പുറത്തോട്ട് പോകുന്നു, I6 പുറത്തോട്ട് പോകുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ തന്നെ 2 കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ. ഈ I1 എന്ന് പറയുന്ന ബ്രാഞ്ചിലെ കറണ്ട് അല്ലേ 1 ആംപിയർ, പക്ഷേ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം എഴുതി വെക്കാം I1 = -1 ആംപിയർ. അതുപോലെ തന്നെ I6 എന്ന് പറയുന്ന ബ്രാഞ്ചിലെ കറണ്ട് ആണ് 2 ആംപിയർ, പക്ഷെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് തന്നിരിക്കുന്നത്. I6 നമ്മൾ എടുത്തേക്കുന്ന താഴോട്ടാ, തന്നിരിക്കുന്ന 2 ആംപിയർ മുകളിലോട്ട്. അതുകൊണ്ട് I6 = -2 ആംപിയർ. അപ്പൊ I1 വന്നെടുത്തു, I6 വന്നെടുത്തു. ഇനി ഈ വാല്യൂ അങ്ങ് ഇട്ടാൽ മതി, ഇക്വേഷൻ എഴുതണ്ട. അപ്പൊ നോഡ് 1ന്റെ കേസ് എഴുതുമ്പോഴത്തേക്ക് I1 + I2 + I3 = 0 ആണ്. I1 + I2 + I3 = 0. അതിൽ I1 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് -1, അത് അതേപോലെ എഴുതി. I2ന്റെ ഇക്വേഷൻ എന്താ? V1 - 0/2. I3യുടെ ഇക്വേഷൻ V1 - V2/2 = 0. അതിനെ സോൾവ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നോഡ് 2 ആണെങ്കിൽ I4 + I5 + I6 = 0. അതിൽ I4 എന്ന് പറയുന്നത് എന്താണ്? V2 - V1/2. I5 എന്ന് പറയുന്നത് V2 - 0/1. I6 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, എത്രയാ? -2 ആംപിയർ. -2 ഇടുക. 2 ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ V1ന്റെയും V2ന്റെ ആൻസർ കിട്ടും. V1 = 2 വോൾട്ട്, V2 = 2 വോൾട്ട്. ഇനി ഇതൊരെണ്ണം ഹോംവർക്ക് ആണേ, ചെയ്യുക. ഇതിനകത്ത് സെയിം എന്താണ്, ഇവിടെ V1 എന്ന് പറയുന്ന ഒരു നോഡുണ്ട്, ഇവിടെ V2 എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. പിന്നെ ഈ ഒരു കറണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു നോഡിന്റെ താഴോട്ടുള്ള കറണ്ട് എഴുതുമ്പോൾ V2 - 40/50 എന്ന് വരും. അത്രേ ഉള്ളൂ വ്യത്യാസം.